എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 13-ന്റെ 34 മുതൽ 36 വരെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു സ്നേഹ വിപ്ലവത്തിൻ്റെ പുതിയ കൽപ്പന കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നതാണ് ഈ വേദഭാഗം. തനിക്ക് ചെയ്യാനുള്ള കൃത്യ നിർവഹണത്തിന് ശേഷം യൂദ ഇരുട്ടിലേക്ക് മറഞ്ഞു കഴിഞ്ഞു. കർത്താവ് തൻ്റെ മഹത്വീകരണത്തിന്റെ നാഴിക വന്നിരിക്കുന്നതായി പറയുന്നു. ക്രൂശീകരണം സുനിശ്ചിതമായിരിക്കുന്നു. എന്നാൽ തൻ്റെ വിജയം ലോകത്തിന് വ്യക്തമായി മനസ്സിലാകാൻ പോകുന്നത് തൻ്റെ പുനരുത്ഥാനത്തോടും സ്വർഗാരോഹണത്തോടും കൂടെയാണ്. തൻ്റെ ശിഷ്യന്മാരോട് യാത്ര പറഞ്ഞ കർത്താവ് എവിടേക്ക് പോകുന്നു എന്ന് ഉള്ള ഒരു സൂചന നൽകുകയും അവർക്കുടനെ വരാൻ കഴിയുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നത്തേതിൽ അവർക്ക് അവിടെ എത്താൻ കഴിയും. തൻ്റെ അസാന്നിധ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, തൻ്റെ വഴികളെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാൻ സാധിക്കുന്നത്, ഇതെല്ലാം കർത്താവ് തൻ്റെ ഫെയർവെൽ മെസ്സേജിൽ ശിഷ്യന്മാരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഒരു കാര്യം, യേശുതമ്പുരാൻ ശിഷ്യരെ സ്നേഹിച്ച രീതിയിലും ശൈലിയിലും അവർ പരസ്പരം സ്നേഹിക്കണം. ഏറ്റവും പുതിയതും ആത്യന്തികവുമായ ഒരു കൽപ്പന ഇതായി കർത്താവ് നൽകുന്നു. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മാതൃകയിലാണ് ശിഷ്യർ പരസ്പരം സ്നേഹിക്കേണ്ടത്. സ്വാർത്ഥതയില്ലാതെയും ത്യാഗപൂർവമായും പരസ്പരം മനസ്സിലാക്കിയും ക്ഷമാപൂർവവും അവർ പരസ്പരം സ്നേഹിക്കണം. സ്നേഹം കേവലം ഒരു വൈകാരിക പ്രകടനം മാത്രമല്ല, അത് പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ടതാണ്. ശിഷ്യരെ തമ്മിൽ തമ്മിൽ അപ്രകാരം സ്നേഹിക്കണമെന്നുള്ളത് പുതിയ നിയമത്തിന്റെ കൽപ്പനയാണ്. തൻ്റെ മരണത്തിലൂടെയാണ് ഈ സ്നേഹ നിയമം മുദ്രയിടപ്പെടുന്നത്. രണ്ടാമത്, ഇങ്ങനെയുള്ള സ്നേഹം അതൊരു ദൗത്യ നിർവഹണ മാനം ഉള്ളതാണ്. ഒരു സ്നേഹ സമൂഹമാണ് സുവിശേഷ സ്വാധീനത്തിന്റെ ആധികാരിക സാക്ഷ്യം. പരസ്പരം സ്നേഹിക്കുന്ന സമൂഹത്തെ യേശുവിൻ്റെ ശിഷ്യ സമൂഹമായി പുറം ലോകം മനസ്സിലാക്കും എന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിസ് ഷെയ്ഫറുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, സ്നേഹമാണ് വിശ്വാസത്തിൻ്റെ ആത്യന്തികമായ പ്രതിവാദ സാക്ഷ്യം എന്നാണ്. മറ്റ് സംഘടനകളും കൂട്ടായ്മകളും പൊതുവായ താല്പര്യങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ രൂപം പ്രാപിക്കുമ്പോൾ സഭ രൂപീകരിക്കപ്പെടുന്നത് സകലരെയും ഉൾക്കൊള്ളുന്ന യേശുവിൻ്റെ സാർവലൗകിക സ്നേഹ ചങ്ങലയുടെ ബാന്ധവത്തിലാണ്. അപ്രകാരമുള്ള സ്നേഹം ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ലോകം അതിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം ലോകത്തിനൊരിക്കലും അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. വ്യത്യസ്തമായ ഒരു സ്നേഹത്തിൻ്റെ മാതൃക ആവിഷ്കരിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് നമ്മെക്കുറിച്ച് ലോകം അറിയും എന്ന് കർത്താവ് പഠിപ്പിച്ചു. മൂന്നാമത്, പരിശുദ്ധാത്മ സഹായത്താൽ മാത്രമാണ് ഈ സ്നേഹാത്ഭുതം സാധ്യമായി തീരുന്നത്. താൻ കയറിപ്പോകുന്ന മഹത്വത്തിലേക്ക് ശിഷ്യർക്ക് ഉടൻ അനുഗമിച്ചു വരാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസിനെ തൻ്റെ കൂറ് വെളിപ്പെടുത്തണമെന്ന് തോന്നി. അതായത് ഒരു 48-ാമത്തെ വാക്യം വരെ ഈ ഒരു സംഭാഷണ ശകലമാണ്.
അപ്പോൾ പത്രോസ് പറയുന്നു താൻ മരിക്കാൻ തയ്യാറാണ്. പത്രോസിന്റെ അമിതമായ ആത്മവിശ്വാസത്തിന്റെ പ്രകടനമായിരുന്നു അത്. ആ രാത്രിയിൽ യെരുശലേമിൽ തിമിർത്ത് ആടാൻ പോകുന്ന അന്ധകാര ശക്തികളുടെ ഭയാനകതയെക്കുറിച്ച് പത്രോസിന് ധാരണയുണ്ടായിരുന്നില്ല. ആ ശക്തികൾ പ്രാണനെ ക്ഷയിപ്പിക്കുകയും ആത്മവിശ്വാസത്തിന്റെ പരമകോടിയിൽ നിൽക്കുന്ന ശക്തനായ ശിഷ്യനെ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ഭീരുവാക്കി തീർക്കുകയും ചെയ്യും. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടല്ല, ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മശക്തിയിൽ ചാരിക്കൊണ്ട് മാത്രമേ ഒരുവന് ക്രിസ്തുവിൻ്റെയും സുവിശേഷത്തിൻ്റെയും സാക്ഷിയാകാൻ കഴിയൂ എന്ന് യേശു പത്രോസിനെ ഓർമ്മിപ്പിച്ചു. യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് പിൽക്കാലത്ത് വീണ്ടെടുക്കപ്പെടുകയും യഥാസ്ഥാനപ്പെടുകയും സഭയുടെ ശക്തമായ തൂണായി മാറുകയും ചെയ്തത് പരിശുദ്ധാത്മ ശാക്തീകരണത്താലാണ്. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹമെന്നത് ആഴമില്ലാത്ത വാക്കും വൈകാരികതയുടെ പ്രകടനമൊന്നുമല്ല, നിസ്വാർത്ഥവും ത്യാഗപൂർവവുമായ പ്രവൃത്തികളാണെന്ന് തിരിച്ചറിയുന്ന ഒരു ധാരണാമാറ്റം യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭകളിലെ മാനസാന്തര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നതാണ്. സ്നേഹമാണ് വിശ്വാസത്തിന്റെ ആത്യന്തികമായ പ്രതിവാദ സാക്ഷ്യമെന്ന് ഭക്തൻ പറയുമ്പോൾ നമ്മുടെ സ്നേഹങ്ങൾ ആ തലത്തിലേക്ക് ഉയർത്തപ്പെടണം. സാക്ഷ്യ നിർവഹണങ്ങൾ മാനുഷിക ഊർജത്തിലും ആസൂത്രണത്തിലും കൂടെ നടത്താം എന്നുള്ള മൗഢ്യം ആധുനിക സഭയിലും നമുക്കും ശക്തമാണെങ്കിൽ പരിശുദ്ധാത്മശക്തി പ്രാപിക്കുന്ന ആ ഒരു കാത്തിരിപ്പിലൂടെ മാത്രമേ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കൂ എന്നതും തിരിച്ചറിയണം. അതുകൊണ്ട് പാട്ടുകാരൻ പാടി, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ, ലോകത്തെ സ്നേഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശക്തമായ കൽപ്പനയ്ക്കായി സ്തോത്രം. അത് സ്വീകരിച്ച് ഉൾക്കൊണ്ട് പിന്തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് ലോകത്തെ ആകർഷിപ്പാൻ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. സ്നേഹത്തിൽ നിലനിൽപ്പാൻ സഹായിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ പന്ഥാവുകളിൽ നടത്തണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയും ദൈവിക സമാധാനവും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.